കുറേ നാളായി കോയമ്പത്തൂർ പോകണം, അവിടെ ചെന്ന് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യണം, ഇഷയിൽ പോകണം, ഇങ്ങനെ പല ആഗ്രഹങ്ങളും തോന്നി തുടങ്ങിയിട്ട് പല കാരണങ്ങൾ കൊണ്ടും അതങ്ങോട്ട് നടന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും കോയമ്പത്തൂർ പോകാനുള്ള പ്ലാനുകളൊക്കെ വന്നത്. പിന്നെ തോന്നി എന്തിനപ്പോൾ കോയമ്പത്തൂരാക്കണേ, നമുക്ക് നേരെ ഊട്ടിക്ക് വിട്ടാലോ എന്ന്. അമ്മയും ദീപുവാണെങ്കിൽ ഊട്ടി ഇതുവരെ കണ്ടിട്ടേ ഇല്ല. കോയമ്പത്തൂരാണെങ്കിൽ ആ വഴി പോയിട്ടുണ്ട് എന്നെങ്കിലും പറയാം. പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. നേരെ ശക്തി സ്റ്റാൻഡിൽ പോയിട്ട് ആളൊഴിഞ്ഞ ഒരു ബാംഗ്ലൂർ ബസ്സിൽ കോയമ്പത്തൂർ ബൈപ്പാസ് വരെ ടിക്കറ്റ് എടുത്തു. അവിടെ നിന്ന് നേരെ ഒരു ഊബർ പിടിച്ച് ഗാന്ധിപുരം പോയി. ഗാന്ധിപുരത്ത് നിന്ന് പുലർച്ചെ 2 മണിക്കുള്ള ഊട്ടി ബസ് പിടിച്ചു. ഒരു 4 മണിയായപ്പോൾ കുന്നൂരെത്തി. ഇവിടെ നിന്ന് ആദ്യത്തെ ട്രെയിനിൽ ഊട്ടിക്ക് പോകാനാണ് പ്ലാൻ. നമ്മളൊരു 5 മണി 6 മണിക്കുള്ളിലായിട്ട് എത്തിയാലേ ഊട്ടി ട്രെയിനിൽ ടിക്കറ്റ് കിട്ടുള്ളേ. രാവിലെ 7:30ക്കുള്ള ഊട്ടി ട്രെയിനിൽ കയറി പറ്റിക്കഴിഞ്ഞാൽ മനോഹരമായുള്ള ഊട്ടി കാഴ്ചകൾ കണ്ടിട്ട് തന്നെ നമ്മുടെ യാത്ര ആരംഭിക്കാം. 4 മണി മുതൽ 7:30 വരെയുള്ള ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ ഈ ഇരിപ്പുണ്ടല്ലോ, അത് അസഹനീയം എന്നല്ലാതെ മറ്റൊരു വാക്കിൽ പറയാൻ കഴിയില്ല. ഒരു ദിവസം 60 ടിക്കറ്റോളാണ് കൗണ്ടറിൽ കൊടുക്കുക. സമയം ഇപ്പോൾ 6:30 ആയിട്ടുണ്ട്. ഏകദേശം ഇവിടെ ഹൗസ്ഫുൾ ആയിട്ടുണ്ട്. ഞാൻ ക്യൂവിൽ 2ാമതായതുകൊണ്ട് എനിക്ക് ഈസി ആയിട്ട് ടിക്കറ്റ് കിട്ടി. അങ്ങനെ കൊടും തണുപ്പിൽ 3-3.5 മണിക്കൂർ ക്യൂ നിന്നിട്ട് ഊട്ടിയിലെത്തുന്ന ഏതൊരാളുടെ സ്വപ്നമായിട്ടുള്ള ഊട്ടി ട്രെയിൻ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. ഞങ്ങളിപ്പോൾ കയറിയത് കുന്നൂരിൽ നിന്നാണെങ്കിലും ഈ ട്രെയിൻ യാത്ര ആരംഭിക്കുന്നത് മേട്ടുപ്പാളയത്തു നിന്നാണ്. സത്യത്തിൽ മേട്ടുപ്പാളയം മുതൽ കുന്നൂർ വരെയുള്ള യാത്രയാണ് അതിഗംഭീരം എന്ന് പറയണത്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ കുന്നൂർ വരെയാണ് ശരിക്കും കയറ്റങ്ങളൊക്കെ ഉള്ളത്. കുന്നൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ അതുവരെ സ്റ്റീം എഞ്ചിനിൽ പോയിരുന്ന ട്രെയിൻ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഡീസൽ എഞ്ചിനായി മാറുകയാണ്. ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിന് 290 രൂപയും സെക്കൻഡ് ക്ലാസ് ടിക്കറ്റിന് 80 രൂപയാണ് ചാർജ്. ഒരു ദിവസം 60 മുതൽ 80 ടിക്കറ്റ് വരെ നിങ്ങൾക്ക് റിസർവേഷൻ ഇല്ലാതെ കൗണ്ടറിൽ നിന്ന് എടുക്കാൻ പറ്റും. അതിന് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ വന്ന് ക്യൂ നിൽക്കണമെന്ന് മാത്രം. ഞങ്ങളിപ്പോൾ യാത്ര ചെയ്യുന്നത് സെക്കൻഡ് ക്ലാസ്സിലാണ്. അതുകൊണ്ട് കാഴ്ചകൾക്കൊന്നും വ്യത്യാസമില്ല. ഫസ്റ്റ് ക്ലാസ് ആണെങ്കിൽ കുറച്ചുകൂടി തിരക്ക് കുറവായിരിക്കും. യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട നീലഗിരി മൗണ്ടൻ റെയിൽവേ 2024 116 വർഷം പൂർത്തീകരിക്കുകയാണ്. എന്തൊരു അഭിമാനകരമായ നേട്ടമാണല്ലേ. 3-4 മണിക്കൂർ തണുപ്പും സഹിച്ച് ക്യൂ നിന്നിട്ടാണ് ഈ ട്രെയിൻ ടിക്കറ്റ് കിട്ടിയെങ്കിലും ഈ ഒരു മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ കാണുമ്പോൾ ആ ക്ഷീണവും തളർച്ചയും ഒക്കെ നമ്മൾ മറന്നു പോവാണ്. ഇനി എപ്പോഴെങ്കിലും ഒരിക്കൽ മേട്ടുപ്പാളയം മുതൽ കുന്നൂർ വരെയുള്ള യാത്രയും കൂടി എൻജോയ് ചെയ്യണമെന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അമ്മയ്ക്കും ദീപുവിനും കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ഈ ട്രെയിൻ യാത്ര. അത്രയ്ക്കും മനോഹരമായിട്ടുള്ള ഒരു യാത്ര. അങ്ങനെ ഒരു 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ട്രെയിൻ യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ദൂരമാണ് ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ടിലേക്കുള്ളത്. അതിനിവിടെ ഓട്ടോക്കാർ ചാർജ് ചെയ്യണത് 150 രൂപയാണ്. ഒന്നും പറയാനില്ല, അങ്ങോട്ട് പോവന്നെ. ഇനിയും തർക്കിച്ച് നിന്നിട്ട് തണുപ്പ് സഹിക്കാൻ വയ്യേ, അത്രയ്ക്ക് തണുപ്പ് സഹിച്ചു കഴിഞ്ഞു. ഞാനിപ്പോൾ താമസിക്കുന്ന റിസോർട്ടിൻ്റെ ബോർഡ് കണ്ട ചിലപ്പോൾ നിങ്ങളൊന്ന് ഞെട്ടും. വെൽബെക്ക് വിൻറ്റേജ് ബൈ ഓക്സിജൻ റിസോർട്ട്സ് എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര്. അതായത് നമ്മുടെ ബോച്ചയുടെ റിസോർട്ടിലാണ് ഞങ്ങളിന്ന് താമസിക്കാൻ പോണേ. ഊട്ടി ട്രിപ്പൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് ഈ ഒരു റിസോർട്ടിൻ്റെ റീല് ഞാൻ കാണുന്നത്. ഇവിടുത്തെ ഒരു ആംബിയൻസും ഇവിടെ നിന്നുള്ള വ്യൂവും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ കോണ്ടാക്ട് ചെയ്ത് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞപ്പോൾ ഇവർ നമുക്ക് സ്പെഷ്യലായിട്ട് ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ റൂം തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ റിസോർട്ടിൽ എത്തിപ്പെടുന്നത്. റിസോർട്ടിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കുന്നതും ഈ ഒരു വിൻറ്റേജ് കാറ് കാണുമ്പോൾ നമ്മളേതൊരു കൊട്ടാരത്തിലേക്കാണ് താമസിക്കാൻ പോണെന്ന് തോന്നും. ഈ ഒരു റിസോർട്ട് പണ്ടൊരു സ്കൂളായിരുന്നു. ഏകദേശം 130ഓളം വർഷം പഴക്കമുള്ള ഈ സ്കൂള് ഈ രീതിയിൽ ഇവർ നവീകരിച്ചെടുത്തതാണ്. ഞാനിവിടെ കോണ്ടാക്ട് ചെയ്തിട്ടുള്ളത് ഷൈനി മേഡായിട്ടായിരുന്നു. അവരെല്ലാ കാര്യങ്ങളും ഞാൻ വരുമ്പോഴേക്ക് ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചെക്കിനൊക്കെ വളരെ ഈസി ആയിരുന്നു. റിസോർട്ടിൻ്റെ സെറ്റപ്പും ഭംഗിയും ഒക്കെ കണ്ടോടുകൂടി ദീപ് ഭയങ്കര ഹാപ്പിയായി. സാധാരണ നമ്മൾ ഈ തണുപ്പുള്ള സ്ഥലത്തൊക്കെ വരുമ്പോൾ ചൂടുള്ളൊരു ചുക്ക് കാപ്പിയൊക്കെ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കിട്ടാറുണ്ടായിരുന്നു. അതിവിടെ കിട്ടിയില്ല. അതിലെനിക്ക് ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും എൻ്റെ പോച്ചേ,
ഇത്രയും ദൂരം താണ്ടി തണുപ്പൊക്കെ സഹിച്ചു വരാൻ ഞങ്ങൾക്ക് കുറച്ച് ചൂടുള്ളെങ്കിലും നിങ്ങൾക്ക് തരായിരുന്നു. അങ്ങനെ ചെക്ക് ഇൻ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോകാൻ റെഡി ആയിരിക്കുകയാണ്. ക്രിസ്മസ് ന്യൂ ഇയർ സീസൺ ആയതുകൊണ്ട് ഊട്ടിയിലിപ്പോൾ നല്ല തിരക്കാണെന്നാണ് പറഞ്ഞത്. ഇങ്ങനൊരു സമയമായിരുന്നിട്ട് കൂടി നമുക്ക് നല്ലൊരു റൂം സെറ്റപ്പാക്കി തന്ന ഷൈനി മാഡത്തിന് പ്രത്യേകം നന്ദി പറയാതെ വയ്യ. 3 കാറ്റഗറി റൂമാണ് ഇവിടെ വരുന്നത്. ഒന്ന് ഫാമിലി റൂം, അതാണ് ആദ്യത്തെ ടോപ്പ് കാറ്റഗറി വരുന്ന റൂം. രണ്ടാമത് സുപ്പീരിയർ, മൂന്നാമത് ക്ലാസിക്. നമ്മളിന്ന് താമസിക്കുന്നത് സുപ്പീരിയർ കാറ്റഗറി റൂമിലാണ്. ഫാമിലി കാറ്റഗറി റൂമിനും സുപ്പീരിയർ കാറ്റഗറി റൂമിനും പ്രത്യേകം ഒരു വരാന്തയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് വരാന്തയിലിരുന്ന് തണുപ്പും കാഴ്ചകളൊക്കെ ഇങ്ങനെ ഇരുന്ന് ആസ്വദിക്കാൻ പറ്റും. ഇനിയിപ്പോൾ റൂമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കയറി ചെല്ലുമ്പോൾ തന്നെ വളരെ വിശാലമായിട്ടുള്ള ഒരു സോഫയുണ്ട്. ഇതിൽ വേണമെങ്കിൽ ഒരാൾക്ക് സുഖമായിട്ട് നീണ്ടു നിവർന്നങ്ങോട്ട് കിടക്കാം, അത്രയും വീതിയുണ്ട്. പണ്ടത്തെ തറവാടുകളിലൊക്കെ കാണുന്ന രീതിയിലാണ് കട്ടിലൊക്കെ ഒരുക്കിയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഈ ഒരു കട്ടിൽ കണ്ടപ്പോൾ എനിക്കും ദീപുവിനും അമ്മയ്ക്കൊക്കെ ഒന്ന് കിടന്നുറങ്ങിയാൽ മതി എന്നായിട്ടുണ്ട്. ദീപു അമ്മയും കുറച്ചൊക്കെ ഉറങ്ങിയെന്നുണ്ടെങ്കിലും ഞാൻ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. ഈ ഒരു റിസോർട്ടിൻ്റെ ഇൻറ്റീരിയർ ആയാലും എല്ലാ കാര്യങ്ങളിലും ഒരു വ്യത്യസ്തത എനിക്ക് ഫീൽ ചെയ്തു. അതിപ്പോൾ ബാത്റൂം ആയാലും അങ്ങനെ തന്നെയാണ്. മറ്റ് റിസോർട്ടിൽ ഒരുക്കുന്ന എല്ലാ സൗകര്യങ്ങളും നമുക്കിവിടെ കിട്ടും. അതിൻ്റെ ഒപ്പം തന്നെ ഇവരുടേതായ ഒരു യുണീക്ക് ടച്ചുണ്ട്. ചുരുക്കത്തിൽ പഴമയും പുതുമയൊക്കെ ഒത്തുചേർന്നിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു സ്റ്റേ. റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയാലോ മനോഹരമായ ഊട്ടി താഴ്വരയുടെ ദൃശ്യങ്ങളും. ഇനിയും പ്രകൃതി ഭംഗി ആസ്വദിച്ചു നിന്നാലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിയും. അതുകൊണ്ട് വേഗം തന്നെ റെസ്റ്റോറൻ്റ് അവിടേക്ക് നടന്നു. ഒരു ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടിയിട്ടുള്ളത്. യാത്ര ചെയ്ത് തളർന്നുകൊണ്ട് തന്നെ ഇനി ബ്രേക്ക്ഫാസ്റ്റും തേടി പുറത്ത് പോകാൻ വയ്യ. അതുകൊണ്ട് ആ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല മനോഹരമായിട്ടുള്ള റെസ്റ്റോറൻ്റാണ്. എനിക്കിവിടുത്തെ ഒരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം തോന്നിയത്, അതിരാവിലെ തന്നെ നല്ല ഉച്ചത്തിൽ പാട്ട് വെച്ചിട്ടുണ്ട്. അത് ശരിക്കും നമുക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കണമായിട്ട് തോന്നി. ഇപ്പം സമയം ഏകദേശം 9:50 കഴിഞ്ഞിട്ടുണ്ട്. 10 മണി വരെയാണ് ഇവിടെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ്. ഞങ്ങൾ എത്തുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റിൽ കുറേ ഐറ്റംസൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബുഫേയിൽ സ്പ്രെഡ് കുറച്ച് കുറവായിട്ട് തോന്നി. നമ്പർ ഓഫ് ഐറ്റംസ് വളരെ കുറവാണ്. എന്നിരുന്നാലും ഉള്ള ഐറ്റംസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാമ്പാറും ഉപ്മാവും ഇഡ്ഡലിയും ഒക്കെ അടിപൊളിയായിരുന്നു. നല്ല സാമ്പാറല്ല. 450 രൂപ പ്ലസ് GST ആണ് ഇവർ ബ്രേക്ക്ഫാസ്റ്റിന് കോംപ്ലിമെൻ്ററി അല്ലാത്തവർക്ക് ചാർജ് ചെയ്യണേ. ആ ഒരു റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഇത്രയും ഐറ്റംസ് പോരാ. ഞങ്ങളുടെ മുഖം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ നല്ല ടയേർഡായിട്ടാണ് ഇരിക്കണേ. എത്രയും പെട്ടെന്ന് ഈ ചായ കുടിക്കുക, നേരെ പോയി കിടന്ന് ഉറങ്ങുക, ഇതാണ് ഉദ്ദേശം. ഉയരം കൂടുന്തോറും ചായക്ക് സ്വാദ് കയറും എന്ന് ലാലേട്ടൻ പറഞ്ഞ പോലെ ഈ ഒരു തണുപ്പത്ത് വന്നിരുന്ന ചായ കുടിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു സുഖം നമുക്ക് മനസ്സിലാവണേ. ചായ കുടിക്കണമെങ്കിൽ ഊട്ടി വന്നിട്ട് കുടിക്കണം. അവസാനമായിട്ട് കുറച്ച് കട്ട് ഫ്രൂട്ട്സും കൂടി കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. ദീപു ആണെങ്കിൽ അവളുടെ സ്ഥിരം പരിപാടിയായിട്ടുള്ള കോൺഫ്ലേക്സും പാലും വളരെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് നല്ല മനോഹരമായിട്ട് കുറേ പൂക്കളൊക്കെ ഇവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് വിശ്രമിച്ചാലേ ഞങ്ങൾക്കിനി കാഴ്ചകളൊക്കെ ആസ്വദിക്കാനുള്ള ഒരു മനസ്സ് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നേരെ റൂമിലേക്ക് വിട്ടു. ഇനി വിശ്രമം, അത് മാത്രമാണ് ലക്ഷ്യം. റൂമിലേക്ക് വന്നിട്ട് ആദ്യം തന്നെ കുളിച്ചിട്ടൊന്ന് ഫ്രഷായി. പിന്നെ ഒരു 3-4 മണിക്കൂർ കിടന്നുറങ്ങി. ഇപ്പം സമയം 2 മണിയായിട്ടുണ്ട്. നേരത്തെ നരേഷനിൽ പറഞ്ഞതാണെങ്കിലും കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അതൊന്നും കൂടി നിങ്ങൾ കേൾക്കണം. ഇന്നലെ രാത്രിയിലത്തെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ വൻ ശോകമായിരുന്നു. ഞങ്ങൾ പുലർച്ചെ 4 മണിയോടുകൂടിയൊക്കെയാണ് കുന്നൂർ ഊട്ടിയിലെത്തണത്. അപ്പോൾ അവിടെ നിന്ന് ടോയ് ട്രെയിൻ പിടിക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു. 4 മണി മുതൽ 7:30 വരെ ഒരൊറ്റ ഇരിപ്പിരിക്കേണ്ടി വരുന്നു തണുപ്പത്ത്. അത് ശരിക്കും നല്ലൊരു ടാസ്ക്കായിരുന്നു. യാത്ര അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു. പിന്നെ ഒന്ന് കറങ്ങാൻ പോകണമെന്ന് വിചാരിക്കണം. ഞങ്ങളൊരു ക്യാബ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പുറത്തുനിന്ന് തന്നെ ആയിരിക്കും മിക്കവാറും ഡിന്നർ. ഇവിടെ അത്യാവശ്യം കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഞങ്ങൾ റിസപ്ഷൻ്റെ അവിടേക്ക് പോവാണ്. അപ്പോൾ ക്യാബ് വരും. തണുക്കുണ്ടോ നീ? തണുണ്ടമ്മ? 3 പോയതിനേക്കാളും കിട്ടിയില്ല തണുപ്പുണ്ടല്ലേ? എന്താ ഭംഗിയില്ലേ. രാവിലെ നല്ല സൺലൈറ്റ് ഒക്കെ ആയിട്ട് ഇപ്പോൾ ചെറിയ മിസ്റ്റി ഫീലാണ്.
എന്ത് രസമല്ല ഇവിടെ നിന്നാണ്ട് നോക്കുന്നത്. മൂന്നാറോ എപ്പോഴും ഞാനിതേ കോസ്റ്റ്യൂം വരുന്നിട്ടാ, നോക്കി ഇറങ്ങിക്കേട്ടാ. ബുക്ക് ചെയ്ത ക്യാബ് വരാനായിട്ട് റിസപ്ഷൻ്റെ അവിടെ കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു. ഈയിടെയായിട്ട് ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ദീപ് ഒപ്പം ഫോട്ടോഗ്രാഫിയിലേക്ക് കിടക്കും. പുതിയൊരു ചാനൽ ദീപ് തുടങ്ങുമെന്ന് വരെ എനിക്ക് സംശയമുണ്ട്. കുറച്ച് നേരം അങ്ങനെ ഇരുന്നപ്പോഴാണ് തോന്നിയത് ആ വിൻറ്റേജ് കാറിൻ്റെ മുമ്പിൽ നിന്നിട്ട് 1-2 ഫോട്ടോസ് എടുത്താലോന്ന്. അതിനുള്ളിൽ ക്യാബ് വരികയും ചെയ്തു. റിസോർട്ടുകാർ തന്നെയാണ് നമുക്ക് ഈ ക്യാബ് അറേഞ്ച് ചെയ്തതെന്ന്. 3 മണി മുതൽ 8 മണി വരെയാണ് ക്യാബിൻ്റെ സമയം. അതിനുള്ളിൽ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഡിന്നറൊക്കെ കഴിച്ച് തിരിച്ചു വരാനാണ് പ്ലാൻ. 1300 രൂപ പ്ലസ് ടിപ്പാണ് അവർ റേറ്റ് പറഞ്ഞിട്ടുള്ളത്. അതെനിക്ക് വലിയ തെറ്റില്ലാത്തൊരു റേറ്റ് ആയിട്ടാണ് തോന്നിയത്. നമ്മൾ ആദ്യം പോകുന്നത് ദൊഡ്ഡബേട്ട പീക്കിലേക്കാണ്. നമ്മൾ താമസിക്കുന്നത് ഊട്ടി ടൗണിൽ തന്നെയാണ്. ഇവിടെ നിന്ന് ഏകദേശം 10 കിലോമീറ്ററാണ് ദൊഡ്ഡബേട്ട പീക്കിലേക്ക്. ഈ ദൊഡ്ഡബേട്ട എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ വലിയ പർവ്വതം എന്നാണ്. 2637 മീറ്ററാണ് ദൊഡ്ഡബേട്ട പീക്കിൻ്റെ ഉയരം. അതായത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ 3ാമത്തെ കൊടുമുടി. തമിഴ്നാട്ടിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ദൊഡ്ഡബേട്ട. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ 2 കൊടുമുടികളും നമ്മുടെ കേരളത്തിൻ്റെതാണ്, ആനമുടി, മീശപ്പുലിമല. ഇതിൽ മീശപ്പുലിമല ഞാൻ കല്യാണത്തിന് മുമ്പ് കീഴടക്കിയിട്ടുള്ളതാണ്. മീശപ്പുലിമല കീഴടക്കാന്ന് പറഞ്ഞാൽ ഇതുപോലെ വണ്ടിയിലൊന്നും പോകാൻ പറ്റില്ല. നമ്മൾ ട്രക്ക് ചെയ്ത് തന്നെ കയറണം. അത് ഒരു 1.5 അനുഭവമായിരുന്നു. അതിനെപ്പറ്റി നമുക്ക് പിന്നീട് പറയാം. ദൊഡ്ഡബേട്ടയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് വണ്ടി ഓടിച്ച് ഈ പീക്കിൻ്റെ ഏറ്റവും ടോപ്പ് വരെ എത്താന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏത് പ്രായക്കാർക്ക് ഇവിടെ വരാം, ഇവിടെ നിന്ന് കാഴ്ചകൾ ആസ്വദിക്കാം, ചായ കുടിക്കാം. അങ്ങനെ നോക്കുമ്പോൾ ഇത്രയും ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കൊടുമുടി വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല. 2 വഴികളിലൂടെയായിട്ട് നമുക്ക് ദൊഡ്ഡബേട്ട ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടേക്ക് എത്താം. ഇപ്പം ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള വഴി എന്ന് പറയണത് കുറച്ചുകൂടി എളുപ്പമുള്ളതാണ്. അമ്മ കൂടെ ഉണ്ടല്ലോ, പ്രായമായവർക്കൊക്കെ ഈ ഒരു വഴിയായിരിക്കും കൂടുതൽ സൗകര്യം. 10 രൂപയാണ് ഇവിടുത്തെ എൻട്രി ഫീ. വീഡിയോ ക്യാമറയ്ക്ക് 60 രൂപയും സ്റ്റിൽ ക്യാമറയ്ക്ക് 10 രൂപയും ചാർജ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ബോർഡ് സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടില്ല. അതുകൊണ്ട് ഞാൻ ആ ടിക്കറ്റ് എടുത്തില്ല. ഊട്ടിയിൽ വന്നതിന് ശേഷം ഏത് ചായക്കട കണ്ടാലും ചായ കുടിക്കാനുള്ള ഒരു ടെൻഡൻസി തന്നെ വരുന്നുണ്ട്. നല്ല തണുപ്പല്ലേ, പിന്നെ നമ്മളിവിടെ ചായ കുടിക്കാനല്ലല്ലോ വന്നുള്ളേ, ഈ വ്യൂ ഒക്കെ കാണാനല്ലേ എന്ന് കരുതി മേലേക്ക് കയറിയെന്നുള്ളൂ. ഈ ഒരു വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്ന് 360 ഡിഗ്രിയിൽ നമുക്ക് കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ കഴിയും. ഇവിടെ നിന്ന് ടെലിസ്കോപ്പിലൂടെ നോക്കിയാൽ മൈസൂരിൻ്റെയും കോയമ്പത്തൂരിൻ്റെയൊക്കെ പ്രദേശങ്ങൾ താഴ്വാരത്തിലായിട്ട് കാണാൻ പറ്റുമെന്നാണ് പറയണത്. തണുപ്പ് കാരണം ഫ്രിഡ്ജിൽ വെച്ച കോഴിയുടെ മാതിരിയുണ്ട് അമ്മയും ദീപും. 2 പേർക്കും തണുപ്പ് സഹിക്കാനേ പറ്റണില്ല. എന്നാലോ ഈ മനോഹരമായിട്ടുള്ള വ്യൂസൊക്കെ ആസ്വദിക്കണമെന്നുമുണ്ട്. കുറച്ച് നേരം കൂടി അവിടെ നിന്നതിന് ശേഷം ചുരുളി സിനിമയിൽ കാണുന്ന മാരത്തെ ഒരു സ്റ്റെയറിലൂടെ ഞങ്ങൾ അങ്ങോട്ട് താഴേക്ക് ഇറങ്ങി. ചൂടുള്ള ഒരു ചായ കുടിക്കാണ്ട് ഇനിയൊരു പരിപാടി നടക്കില്ല. വേണമെങ്കിൽ 2 ബജി ആവാം. 3 ചായയും 3 ബജിയും പറഞ്ഞു. നേരെ ഒഴിഞ്ഞൊരു ടേബിളും കണ്ടെത്തി. എൻ്റെ പൊന്നേ, ഈ മോണാക്കിലെ അമ്മാമ്മമാർ വരക്കണ മാതിരിയായിരുന്നു ദീപ് വരച്ചോണ്ടിരുന്നത്. ചായ പെട്ടെന്ന് കൂട്ടാ കുടിച്ചോളോ. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഊട്ടിയിൽ പൊതുവേ തണുപ്പ് കൂടുതലാണെന്നാണ് പറയണത്. അതല്ലെങ്കിലും ഊട്ടിയിൽ എന്നാണ് തണുപ്പില്ലാത്തത്. ഊട്ടിയിലത്തെ ഈ തണുപ്പിൽ വന്നിട്ട് ഈ ചൂടുള്ള ചായയും ചൂടുള്ള ബജിയും കഴിക്കുക എന്ന് പറയണത് ഒരു പ്രത്യേക ഫീലാണ്. അത് ആസ്വദിച്ച് തന്നെ അറിയണം. നിർത്താൻ പറ്റണ്ട, അടിപൊളി ഉണ്ടോ ഇപ്പോ. മൂന്നാറ് ഊട്ടി തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടാ. ചായയൊക്കെ കുടിച്ചിട്ട് ദൊഡ്ഡബേട്ടയിലെ അടുത്ത വ്യൂ പോയിന്റ് ആയിട്ടുള്ള സൂയിസൈഡ് പോയിന്റിലേക്ക് ഞങ്ങൾ നടന്നു. ടെലസ്കോപ്പ് ഹൗസിൽ നിന്ന് കണ്ടതിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഇത്തരം വ്യൂ പോയിന്റുകളുടെ ഉദ്ദേശം പ്രകൃതി ഭംഗി ആസ്വദിക്കലാണ് എന്നുണ്ടെങ്കിലും പേര് സൂയിസൈഡ് പോയിന്റ് എന്നുള്ളത് വിചിത്രമായിട്ട് തോന്നാറുണ്ട്. അതിപ്പോൾ ഇവിടെ മാത്രമല്ല, ഏത് ഹിൽ സ്റ്റേഷനിൽ പോയാലും ഇങ്ങനെയുള്ള പോയിന്റുകൾക്ക് സൂയിസൈഡ് പോയിന്റ് എന്നായിരിക്കും പേര്. കുറച്ച് നേരം അവിടെ ഉണ്ടായിരുന്ന പാറക്കൂട്ടങ്ങളുടെ മേലേക്ക് ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്തു. ചൂട് ചായയും ബജിയും കഴിച്ചതിൻ്റെ ചെറിയൊരു ഉഷാറ് അമ്മയ്ക്ക് ദീപുനുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കണക്കൂട്ടിയത് പ്രകാരം ഓരോ സ്ഥലത്തും ചെലവഴിക്കാനുള്ള സമയം 30 മുതൽ 45 മിനിറ്റ് വരെയാണ്. അങ്ങനെയാണെങ്കിൽ 5 മണിക്കൂർ കൊണ്ട് എല്ലാം കണ്ട് ഡിന്നറും കഴിച്ച് റൂമിലേക്ക് എത്താൻ പറ്റുള്ളൂ. തിരിച്ച് വീണ്ടും ടെലസ്കോപ്പ് ഹൗസിൻ്റെ അടുത്ത് എത്തിയപ്പോഴേ ഒരു കുരങ്ങനെ കണ്ടു. അപ്പോഴാണ് ഞാൻ ആലോചിക്കണേ, പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ വന്നപ്പോഴേ എന്തോരം കുരങ്ങന്മാരായിരുന്നു ഇവിടെയൊക്കെ. ഇപ്പം അങ്ങനെ കൂട്ടായിട്ടൊന്നും കാണുന്നേ ഇല്ല. ആകെ ഒരെണ്ണത്തിനാണ് കണ്ടത്.
തിരിച്ചിറങ്ങുമ്പോൾ ഹെഡ് കവർ ചെയ്യാനായിട്ടേ ഒരു വുളൻ ക്യാപ്പൊക്കെ വാങ്ങി. പിന്നെ നല്ല ഫ്രഷ് ഊട്ടി ക്യാരറ്റും, അത് പിന്നെ മസ്റ്റാണല്ലോ. അങ്ങനെ ദൊഡ്ഡപേട്ട പീക്ക് ഞങ്ങൾ നല്ല ഭംഗിയായിട്ട് ആസ്വദിച്ചു. തണുപ്പ് കാരണേ ക്യാപ്പ് വയ്ക്കേണ്ട ഒരു രക്ഷയില്ല. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ചോക്ലേറ്റ് ടീ ഫാക്ടറിയാണ്. ഇവിടെ നിന്ന് ഏകദേശം 4 കിലോമീറ്ററാണ് അങ്ങോട്ടുള്ള ദൂരം. ഇതാണ്ടാ ചോക്ലേറ്റിൻ്റെ ഇത് ഉണ്ടാക്കി വെച്ചല്ലോ അല്ലേ ഇപ്പോൾ. ബെഞ്ച് മാർക്ക് ടീ ആൻഡ് ചോക്ലേറ്റ് ഫാക്ടറി ഇതൊരു ടീ ആൻഡ് ചോക്ലേറ്റ് ഫാക്ടറി മാത്രമല്ല, ശരിക്കും ഒരു ഷോപ്പിംഗ് മാള് പോലെയാണ്. 30 രൂപയാണ് ഇവിടുത്തെ എൻട്രൻസ് ഫീ. ഇവിടെയും നല്ല തിരക്കുണ്ട് കേട്ടോ. ചോക്ലേറ്റിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ വിഷ്വലുകളായിട്ടും ഗൈഡ് വഴിയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നല്ല തിരക്കായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പെട്ടെന്ന് ചാടി ടീ ഫാക്ടറിയുടെ ഭാഗത്തേക്ക് ഞങ്ങളെത്തി. ഈ ഒരു ഭാഗത്തെത്തിയപ്പോഴാണ് കുറച്ച് ശ്വാസം കിട്ടിയത്. മാത്രമല്ല പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല കിടിലം വ്യൂവും. കുറച്ച് നേരം ഇവിടുത്തെ വ്യൂ ഒക്കെ ആസ്വദിച്ചതിന് ശേഷം ചായപ്പൊടി ഉണ്ടാക്കുന്ന ഭാഗത്തേക്ക് പോയി. ഇവിടെ ഹിസ്റ്ററി ഓഫ് ടീ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. വായിച്ചപ്പോൾ കുറച്ച് കോമഡി പോലെ തോന്നി. ഷെന്നങ് എന്ന് പറഞ്ഞ ചൈനീസ് ചക്രവർത്തി എല്ലാ ദിവസവും ചൂടുവെള്ളം കുടിക്കുത്രേ. ഒരു ദിവസം കാറ്റത്ത് കുറച്ചല്ല അദ്ദേഹത്തിന്റെ ചൂടുവെള്ളത്തിലേക്ക് വന്ന് വീഴുകയും അങ്ങനെയാണ് ചായ കണ്ടുപിടിക്കപ്പെട്ടതെന്നൊക്കെയാണ് പറയണത്. ഒരു ബാച്ച് തേയില ആദ്യം ഡ്രൈ ആക്കും, പിന്നെ മൈലാഞ്ചി പോലെ അരയ്ക്കും. അതിനുശേഷം ഇവിടെ കാണുന്ന പല മെഷീനുകളിലൂടെയും കടന്നു പോയിട്ടാണ് അവസാനം ഇത് ചായപ്പൊടി ആയിട്ട് വരുന്നത്. ഏകദേശം 10 മണിക്കൂറാണ് അത്രേ ഒരു ബാച്ച് തേയില ചായപ്പൊടി ആവാൻ എടുക്കുന്ന സമയം. ചായപ്പൊടി ഉണ്ടാക്കുന്ന ഭാഗത്തുനിന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേ നല്ലൊരു വെയിൽ കിട്ടി. വെയിൽ കിട്ടിയതും അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. ദീപുവിനാണെങ്കിൽ വെയിൽ കണ്ണി കടിക്കാന്ന് പറഞ്ഞാൽ ഇതിലും വലിയ ദേഷ്യമുള്ളൊരു കാര്യമില്ല. കാഴ്ചകളൊക്കെ ആസ്വദിക്കുന്നുണ്ടെങ്കിലും അമ്മയ്ക്ക് ഇവിടുത്തെ തണുപ്പായിട്ട് അങ്ങനെ അങ്ങോട്ട് പൊരുത്തപ്പെടാൻ പറ്റണില്ല. ദീപു ആണെങ്കിൽ ഒരുവിധം അഡ്ജസ്റ്റഡ് ആയെന്ന് പറയാം. കുറച്ച് നേരം വെയിൽ കായി നിന്നിട്ടേ ഞങ്ങൾ താഴേക്ക് പോയി. ഇവിടെ ചായപ്പൊടിയും ചോക്ലേറ്റും മാത്രമല്ല, ഇവരുണ്ടാക്കുന്ന കുറേ പ്രോഡക്ട്സ് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് ചായപ്പൊടിയും പിന്നെ കുറച്ച് ചോക്ലേറ്റ്സാണ് വാങ്ങിയത്. ചായപ്പൊടിയും ചോക്ലേറ്റൊക്കെ വാങ്ങി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പിന്നെ കാണുന്നത് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ്. അത് കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ ഒരു 5D തിയേറ്ററും വാക്സ് മ്യൂസിയവും കാർ മ്യൂസിയവും പിന്നെ ഫുഡ് കോർട്ടും അങ്ങനെ എല്ലാം ഇവിടെ ഉണ്ട്. മൊത്തത്തിൽ ഒരു കുട്ടി ഷോപ്പിംഗ് മാൾ തന്നെ. ബൊട്ടാനിക്കൽ ഗാർഡൻ കൂടി കാണണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. സമയം ഏകദേശം സന്ധ്യയായി തുടങ്ങി. ഓക്കെ, എങ്ങനെ ഉണ്ട് ദീപോ തണുപ്പ്? അമ്മയ്ക്ക് എന്താ തോന്നണ വയ്യേണ്ട? ഇദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ ഞാൻ മറന്നുപോയി. എഡ്രിയാൻ എന്നാണ് ഈ പയ്യൻ്റെ പേര്. ആള് അടിപൊളിയാണ് കേട്ടോ. നമുക്ക് സംസാരിക്കാനാണെങ്കിലും ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരിക്കും ഭയങ്കര കംഫർട്ട് തോന്നി. ₹100 ഒരാൾക്ക് ബൊട്ടാനിക്കൽ ഗാർഡനിൽ വരുന്ന ചാർജ്. അതിന് പുറമെ ക്യാമറയ്ക്ക് 100 രൂപയും കൂടി ഉണ്ട് കേട്ടോ. എന്തായാലും ബൊട്ടാനിക്കൽ ഗാർഡൻ മുഴുവൻ കാണാനുള്ള സമയമില്ല. ക്ലോസിങ്ങിന് മുമ്പ് പറ്റണ ഭാഗങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോരാനാണ് പ്ലാൻ. കയറിയ വഴിക്ക് ഇതെന്താണെന്ന് ദീപുവിനോട് അമ്മോടും വെറുതെ ഒന്ന് ചോദിച്ചു. എന്താ തോന്നണമ്മ? കുതിരവണ്ടി അല്ലേ? പീരങ്കിയാണത്. അവിടെ നിന്ന് പിന്നെ ഗ്ലാസ് ഹൗസിലേക്ക് പോയി. പണ്ട് എൻ്റെ വല്യച്ഛൻ്റെ മോൻ മണിയേട്ടൻ്റെ കൂടെയാണ് ഞാൻ ആദ്യമായിട്ട് ഊട്ടിക്ക് വന്നുള്ളത്. എത്ര പ്രാവശ്യം ഊട്ടി വന്നാലും ആദ്യത്തെ യാത്രയുടെ ആ മധുരം അത് ഒന്ന് വേറെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഊട്ടിന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നൊരു മുഖം മണിയേട്ടൻ്റെയാണ്. ബൊട്ടാനിക്കൽ ഗാർഡനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെയാണ് മാർക്കറ്റ്.
അമ്മയ്ക്ക് കുറച്ച് ആപ്പിൾ വേണമെന്ന് പറഞ്ഞു. നല്ല മധുരമുള്ള ആപ്പിളായിരുന്നു. ആപ്പിൾ വാങ്ങി ഒന്നങ്ങോട്ട് തിരിഞ്ഞപ്പോൾ നിറയെ ബാഗുകൾ തൂക്കിയിട്ടിരിക്കുന്നു. എല്ലാം വളരെ ചീപ്പ് റേറ്റാണ് കേട്ടോ. ഉള്ള ബാഗ് തന്നെ തൂക്കി നടക്കാൻ പറ്റാത്തതുകൊണ്ടേ അതൊന്നും വാങ്ങാൻ നിന്നില്ല. കുറച്ചുകൂടെ ചോക്ലേറ്റ്സും പിന്നെ വർക്കി എന്ന് പറഞ്ഞിട്ട് ഊട്ടിയിൽ പപ്സ് പോലൊരു സാധനം കിട്ടില്ലേ, അതും വാങ്ങി. റിസോർട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ബജിയും ചായ അല്ലാണ്ട് പിന്നെ ഒരു സാധനം കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല കലശലായ വിശപ്പുണ്ട്. ഞങ്ങളിപ്പോൾ പോകുന്നത് കൈലാഷ് പർബത് എന്നുള്ള ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലേക്കാണ്. മുമ്പ് ഞാൻ കൊച്ചി ലുലു മാളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ഫുഡ് കോർട്ടിലൊരു ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യമായിട്ടാണ് ഇവരുടെ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോണേ. ഞങ്ങൾ വന്നപ്പോൾ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയി ഉണ്ടായിരുന്നില്ല. എത്തി 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവർ ഡോർ ഓപ്പൺ ചെയ്തു. അങ്ങനെ വലതുകാല് വെച്ച് റെസ്റ്റോറൻറ്റിലേക്ക് കയറി. ആസ് യൂഷ്വൽ ഇവിടെയും ഞങ്ങൾക്ക് നല്ലൊരു കോർണർ സീറ്റ് കിട്ടി. മെനുവും ചരിത്രമൊന്നും നോക്കാനില്ല, കലശലായ വിശപ്പുണ്ടേ. അതുകൊണ്ട് 2 ടൈപ്പ് സൂപ്പും ഒരു പാവ് ഭാജിയും പിന്നെ ഒരു ഷെസ്വാൻ ഫ്രൈഡ് റൈസും പറഞ്ഞിട്ടുണ്ട്. വീട്ടിലെപ്പോഴും ചിൽഡ് എന്ന് പറഞ്ഞ ഞാനും ദീപും ഇവിടെ വന്നപ്പോഴാണ് ചൂടുവെള്ളത്തിൻ്റെ വില മനസ്സിലാക്കണേ. ചൂടുവെള്ളം അങ്ങോട്ട് കുടിക്കുമ്പോഴേക്കും നല്ല ചൂടുള്ള സൂപ്പ് എത്തിയിട്ടാ. ടൊമാറ്റോ സൂപ്പും ഒരു ലെമൺ കൊറിയാൻഡർ സൂപ്പുമാണ് പറഞ്ഞിട്ടുള്ളത്. സൂപ്പ് കിട്ടിയ വശം ദീപു സ്റ്റാർട്ട് ചെയ്തു വിട്ടാ. അമ്മയും ദീപും ടൊമാറ്റോ സൂപ്പാണ് എടുത്തത്. അപ്പോൾ പിന്നെ ഞാൻ കൊറിയാൻഡർ സൂപ്പ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല ചൂടുള്ള ലെമൺ കൊറിയാൻഡർ സൂപ്പ് ഒരു സിപ്പ് അങ്ങോട്ട് അടിച്ചു. ഓ ലെമൺ കൊറിയാൻഡർ ഒന്ന് കുടിച്ചേ. എൻ്റെ അമ്മേ, വീട്ടിലെ സാധനം കേട്ടാ. ഒരു ശകലം കുടിച്ചേക്കേ. ഗംഭീരണ്ടല്ലേ? ദീപു പറഞ്ഞ സത്യമാണെന്നറിയാനേ കുറച്ച് ടൊമാറ്റോ സൂപ്പ് ഞാൻ കുടിച്ചു നോക്കി. അന്നേരം അമ്മ പറയായിരുന്നേ എത്ര നല്ലതാണ് കൃതികയിലെ ടൊമാറ്റോ സൂപ്പൊക്കെ എന്ന്. ടൊമാറ്റോ സൂപ്പ് ഒരു രക്ഷയില്ല. സൂപ്പ് അങ്ങോട്ട് കുടിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ പാവ് ഭാജി എത്തി. കുറേ നാളായി പാവ് ഭാജിയൊക്കെ കഴിച്ചിട്ടേ. ആദ്യം പാവ് ഓരോന്നെടുത്തു, പിന്നെ ഭാജി വിളമ്പിയിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സവാള ഇങ്ങോട്ട് വിതറി, പിന്നെ ഇച്ചിരി ലെമണും പിഴിഞ്ഞു. ഈ തണുപ്പിൽ നല്ല സ്പൈസി ആയിട്ടുള്ള ചൂടുള്ളൊരു പാവ് ഭാജി കഴിക്കാന്ന് പറഞ്ഞാൽ അതിൽ പര സന്തോഷം എന്താ ഉള്ളത്? അടുത്തതായിട്ട് നമ്മുടെ ഷെസ്വാൻ ഫ്രൈഡ് റൈസ് എത്തിയിട്ടാ. വന്ന വശം അമ്മയ്ക്ക് തന്നെ സെർവ് ചെയ്തു. കുറച്ച് ഞാനും എടുത്തു. ഈ തണുപ്പത്ത് ഫ്രൈഡ് റൈസ് ഇങ്ങനെ വാരുമ്പോൾ തന്നെ ഒരു പ്രത്യേക സുഖം കേട്ടാ. ദീപുവിനും അമ്മയ്ക്കും എനിക്കും ഞങ്ങൾ 3 പേർക്കും ഫ്രൈഡ് റൈസ് നല്ല ഇഷ്ടമായി. എൻ്റെ അമ്മ ഒരു രക്ഷയില്ലാട്ടാ, ഗംഭീരമാണ്. ഞങ്ങൾ 3 പേർക്കും ഇതേ അഭിപ്രായമായിരുന്നു. വേറെ ഒരു സാധനല്ലേ കഴിച്ചാ അല്ലേ? ദീപു ഒരു ടൊമാറ്റോ സോസ് പ്രാന്തിയാന്ന് നിങ്ങൾക്കറിയാലോ. എൻ്റെ അഭിപ്രായം ഇതിൽ സോസ് ഒന്നും ആവശ്യമില്ലെന്നായിരുന്നു. പക്ഷേ സോസ് കഴിച്ചിട്ടുള്ള ദീപുവിൻ്റെ എക്സ്പ്രഷൻ കണ്ടതോടെ എനിക്കും കൊതിയായി. അങ്ങനെ ഞാനും ഇത്തിരി സോസ് അങ്ങോട്ട് ഒഴിച്ചിട്ട് ആ ടൊമാറ്റോ സോസും ഫ്രൈഡ് റൈസും കൂടി നല്ല പോലെ അങ്ങോട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് ഒരു പിടി അങ്ങോട്ട് കഴിച്ചു നോക്കി. അമ്മയ്ക്ക് കുറച്ച് മതി എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള ഫ്രൈഡ് റൈസ് ഞാനും ദീപും കൂടി അങ്ങോട്ട് എടുത്തു. സോസിൻ്റെ കുപ്പി തീർക്കണ മട്ടിലാണ് ദീപ് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. സമയം ഇപ്പം ഏകദേശം 8 മണി ആയിട്ടുണ്ട്. ക്യാബ് വിളിച്ച സമയം തീരാറായി നടത്താം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഫുഡ് അടി കൂടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. എത്രയും പെട്ടെന്ന് മിഷൻ അവസാനിപ്പിക്കണം എന്നുള്ള നിർദ്ദേശം ദീപു തലയാട്ടി അംഗീകരിച്ചു. അമ്മ മതിയാക്കിയ മറ്റുള്ള ഡിന്നറിന് സൂപ്പ് മാത്രമാണ് അമ്മ കഴിച്ചത്, പിന്നെ കുറച്ച് ഫ്രൈഡ് റൈസും. റിസോർട്ടിൽ പോയിട്ട് ആപ്പിളൊക്കെ കഴിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പം ഇതാണ് നമുക്ക് വന്ന ടോട്ടൽ ബില്ല്. അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ കൊടുത്ത് ഇറങ്ങി. ക്രിസ്മസ് ന്യൂ ഇയർ ടൈം ആയതുകൊണ്ട് തന്നെ പുറത്ത് എവിടെ നോക്കിയാലും നല്ല ഭംഗിയുള്ള ലൈറ്റുകളും അലങ്കാരങ്ങളും ഒക്കെ കാണാം. അങ്ങനെ അലങ്കാരങ്ങളൊക്കെ കണ്ടു നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ക്യാബ് വന്നു. ഇന്നത്തെ കറക്കൊക്കെ അവസാനിപ്പിച്ച് ഞങ്ങൾ റൂമിലേക്ക് മടങ്ങി. അമ്മയ്ക്കും ദീപുവിനും തണുപ്പിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത വളരെ മനോഹരമായിട്ടുള്ള ഒരു യാത്രാനുഭവമായിരുന്നു ഊട്ടിയിലെ ആദ്യത്തെ ദിവസം. തിരിച്ച് ഞങ്ങൾ റിസോർട്ടിലെത്തി. എഡ്രിയാനോടൊപ്പമുള്ള യാത്ര അടിപൊളിയായിരുന്നു. അവനോട് ബായ് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് നടന്നു.
യാത്രയുടെ ക്ഷീണമൊക്കെ മാറാൻ ഇതുപോലെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള സ്റ്റേ കിട്ടുകയാണെങ്കിൽ അടിപൊളിയാണ്. ഊട്ടിയിൽ പല തവണ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു റിസോർട്ടിൽ താമസിക്കുന്നത് ഇതാദ്യമാണ്. നമ്മുടെ റൂമിൻ്റെ വിൻഡോയിലൂടെ ഊട്ടിയിലെ താഴ്വാരങ്ങൾ, മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഇതൊക്കെ കാണാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭാഗ്യമില്ലേ. അങ്ങനെ നോക്കുമ്പോൾ എന്തുകൊണ്ടും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേ ഓപ്ഷനാണ് വെൽബെക്ക് റിസോർട്ട്സ്. ജനുവരി 20-നും മാർച്ച് 31-ഇടയിൽ നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് 20% വരെ ഡിസ്കൗണ്ട് കൊടുക്കാമെന്ന് ഷൈനി മാഡം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറ്റുന്നവരൊക്കെ പോയിട്ട് ഈ ഒരു സേവനം പ്രയോജനപ്പെടുത്താം. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. കൂടാതെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരുന്നു. ഈ വർഷം എല്ലാവിധ അനുഗ്രഹങ്ങളും നിറഞ്ഞതാകട്ടെ.